ഗൈസ്, ഞാൻ 2 ദിവസം മുമ്പ് കിച്ചു പോയി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. കിച്ചുവിൻ്റെ സ്വന്തം വീട്ടിലേക്ക് കിച്ചു പോയ ഒരു സീൻ അയാളുടെ ടൈം ലൈനിൽ കൂടെ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കിച്ചു ഒരു വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ എയറിലാക്കപ്പെട്ടത് ഞാനാണ്. ചുമ്മാ എൻ്റെ തലയിലോട്ട് കയറ്റമായിരുന്നു വെറ്റുകളൊക്കെ. ഞാൻ എന്തോ ചെയ്തു, ഞാൻ എന്തോ ബ്രെയിൻ വാഷ് ചെയ്തു, അങ്ങനെ എങ്ങനെയെന്നാണ്. ബേസിക്കലി ഞാൻ കുറച്ച് സെൻസിറ്റീവ് ആയിരുന്നു ആ പോർഷനിൽ. ഒന്നാമത്തെ കാര്യം, എനിക്ക് മക്കളുണ്ട്, ആൺകുട്ടികളാണ്. അത് ഞാനില്ലാതെ വന്നാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താകും എന്നുള്ളൊരു വേദന ഉണ്ടല്ലോ, അതാണ് അവിടെ റിഫ്ലക്റ്റ് ചെയ്തത്. അല്ലാതെ എനിക്ക് ഈ പറയുന്ന പയ്യനുമായിട്ട് എനിക്ക് യാതൊരു രീതിയിലുള്ള സംസാരമില്ല. നിങ്ങൾ അതിനൊക്കെ എനിക്കിട്ട കമൻറ്റുകളൊക്കെ ഞാൻ വേണമെങ്കിൽ എടുത്തുകൊണ്ട് വരാം. നല്ല രസമുള്ള കമൻറ്റുകളാണ്. പ്രത്യേകിച്ച് ഇവളുടെ പടയാളികളുണ്ടല്ലോ, ഭയങ്കര സാധനങ്ങൾ, ഭയങ്കര സംസ്കാര സമ്പന്നരാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് വന്ന 1-2 കമൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. കുറേ കമൻറ്റ്സ് ഉണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു സ്പെസിഫിക് കമൻറ്റ് എനിക്കൊന്ന് വായിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് എടുത്തതാണ്. ഇത് അപേരി രാഗം എന്ന് പറയുന്ന ഫേക്ക് ഐ ഡി എന്ന് വന്ന കമൻറ്റാണ്. ആക്ച്വലി ഇത് അവളുടെ തന്നെ ആളായതുകൊണ്ടാണ് ഞാൻ ഈ കമൻറ്റ് എടുക്കുന്നത്. ബാക്കിയൊക്കെ തലയും വാലുമില്ലാത്ത കുറേ കമൻറ്റോളികൾ തന്നെയാണ്. അത് ഇവളിങ്ങനെ എന്തു പറയണോ അത് കേട്ട് വിശ്വസിച്ചിട്ട് അവളെ ട്രസ്റ്റ് ചെയ്യുന്നവരാണ്. എനിക്കതിനകത്ത് ഒരു തർക്കവുമില്ല. എന്നെ പുള്ളി ചെയ്തു, ഞാനും പറഞ്ഞു. എന്നെ വിളിച്ചതിനകത്തിട്ടു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഇതിനകത്ത് പറയുന്ന ഇവർ പറയുന്ന ഒരു നരേഷൻ അതുപോലും എന്നെ മൂപ്പിച്ചിട്ടാണ് കിട്ടിയത്. അതാണ് സത്യം. അപ്പം നമുക്കതൊന്ന് വായിക്കാം. പകപോക്കാൻ ഇത്തിരിയില്ലാത്ത കുഞ്ഞിനെ പബ്ലിക്കിൽ അപമാനിക്കാൻ ഇട്ടുകൊടുത്ത് ഇപ്പോൾ സ്വയം ന്യായം പറയുന്നു. ഇപ്പോൾ നിങ്ങൾ ന്യായം പറയുന്നു. രേണുവിനോട് നിങ്ങൾക്ക് വൈരാഗ്യമുണ്ടെങ്കിൽ അത് അവരോട് തീർക്കണം. ചെറിയ കുഞ്ഞിൻ്റെ പിതൃത്വം തെളിയിക്കാൻ DNA ടെസ്റ്റ് നടത്തണമെന്ന് നിങ്ങൾ പോസ്റ്റ് ഇട്ടതിന് ശേഷം ആ കുഞ്ഞ് എത്രയോ യൂട്യൂബേഴ്സിൻ്റെ പോസ്റ്റുകളിൽ പിന്നെയും അപമാനിക്കപ്പെട്ടു. ആ കുഞ്ഞിനെ അപമാനിച്ചുകൊണ്ട് എത്രയോ കമൻറ്റുകൾ അതിനൊക്കെ താഴെ വന്നു. ഇനിയും ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം അതിനെ ആ രീതിയിൽ ആളുകൾ കാണും, മാറി നിന്ന് പരിഹസിക്കും. സ്കൂളുകളിൽ പഠിക്കുന്ന മറ്റിടങ്ങളിൽ അതിൻ്റെ ഭാവി ജീവിതത്തിലെല്ലാം ഈ അപമാനം പിന്തുടരും. അവൻ്റെ അമ്മ എങ്ങനെ നടന്നാലും അതവൻ ആ ബന്ധം മുറിച്ച് കളഞ്ഞാൽ തീരും. കിച്ചുവിനെ പറയണതാ കേട്ടോ. ഓക്കെ, കിച്ചു അവൻ്റെ അമ്മയോട് ചെയ്തതുപോലെ, പക്ഷെ അവൻ എന്ന വ്യക്തിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി ഇട്ടു കൊടുത്ത അപമാനം മുറിച്ചു കളഞ്ഞാൽ മാഞ്ഞു പോകത്തില്ല. ദൈവത്തിൻ്റെ മുന്നിൽ നിങ്ങൾ എന്തെങ്കിലും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇവർക്ക് മെയിൻ എന്താണെന്ന് അറിയാമോ? ശപിക്കുകയാണ്. ഈ ശാപം തരുന്ന വാഴകളോട് ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ഞാനൊരു വ്യക്തിയായിട്ട് നിങ്ങൾ പരിഗണിക്കുന്നില്ലേ? എനിക്ക് ഫീലിങ്സ് ഒന്നുമില്ലേ? എൻ്റെ ഉമ്മായും ഉപ്പായും, അതും അവളെ ഉമ്മായും വാപ്പായും പോലെ മൈക്കാട് സാധനങ്ങളല്ല, റെപ്യൂട്ടഡ് പൊസിഷനിൽ ഇരുന്ന ഒരു വ്യക്തിയാണ്. ആ പൊസിഷനെ ഞാൻ കൂടുതൽ എടുത്തു പറയും. എന്തുകൊണ്ടെന്ന് അറിയാമോ? സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, ആ ഗസറ്റഡ് റാങ്കിലുള്ള ഒരു വ്യക്തിയാണ്. ഇന്നത്തെ ഒരു പോലീസ് ഒരു കഞ്ചാവ് വെട്ടിയോ അതിനോട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സർവേയറെ വിളിച്ചിട്ട് അവരുടെ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ അത് സാങ്ഷൻ ആകും. അവരത് കണ്ടു ബോധ്യപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവാണത്. അത്രയും ഇതുള്ള ഒരു വ്യക്തിയുടെ മകളാണ് ഞാൻ. ആ അമ്മയെ പച്ച തെറി വിളിച്ചിട്ടുണ്ട് ഇവളെ കൂട്ടുകാരി, ഇവളും ഇവളുടെ കൂട്ടുകാരും. അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളോ, എൻ്റെ ഉമ്മയെ എന്തെല്ലാം പറഞ്ഞു. ഇന്ന് വരെ ആ സ്ത്രീ അങ്ങനെ ഒരു ലെവലിലേ ഇല്ല. ജോലിയുള്ള സർക്കാർ ഉദ്യോഗമുള്ള ഒരു സ്ത്രീയുടെ മകളാണ് ഞാൻ. എൻ്റെ അമ്മ എന്തെല്ലാം പറഞ്ഞു. പോട്ടെ, എനിക്ക് 2 വിവാഹം, അതിലൊരാൾ മരണപ്പെട്ടു പോയി. എത്ര വട്ടം പറഞ്ഞാലും ഇല്ല എനിക്ക് 40 മാപ്പിളയെന്ന് നിങ്ങൾ പറയുമ്പം എൻ്റെ മക്കൾക്ക് എന്താ ചെവിയില്ലയോ? അവർക്ക് പൊതുസമൂഹത്തിൽ ഇറങ്ങണ്ടയോ? അവരുടെ ഫോട്ടോ ഉൾപ്പെടെ നിങ്ങളെടുത്ത് പബ്ലിഷ് ചെയ്തില്ലയോ? അതെന്താ കുഴപ്പമില്ലേ? എനിക്കൊരു ന്യായം, അവക്കൊരു ന്യായമോ? ഞാനിവിടെ വട ചേർന്നെന്ന് പറഞ്ഞ ആർക്കും ഇൻ്റർവ്യൂ കൊടുത്തില്ല, പൊക്കിൾ കാണിച്ചുകൊണ്ട് തുള്ളിയില്ല, ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് മുല കാണിച്ചില്ല, വയറ് കാണിച്ചില്ല, വട കാണിച്ചില്ല, ഇതൊന്നും ഞാൻ കാണിക്കാൻ പോയില്ല. ഇൻഫാക്ട് ബോധമുള്ളവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വയ്യായിക പോലും പറഞ്ഞത്. വയ്യായ്മ വന്നിട്ടും വീൽ ചെയറിൽ ഇരുന്നിട്ടും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജോലി തേടിയാണ് കൊടുത്തത്. ഒരു കാരണവശാലും ഇത്തരത്തിലൊരു തൊഴിൽ ഞാൻ ചൂസ് ചെയ്തിട്ടില്ല. പിന്നെ ചൗന്നര്യം, അയ്യോടി വഴിഞ്ഞൊഴുകുകയാണല്ലോ. അപ്പോൾ പിന്നെ എനിക്കിത് അത് പറഞ്ഞ് കളിയാക്കാമല്ലോ. എന്തെല്ലാം രീതിയിൽ എന്നെ ഹ്യൂമിലിയേറ്റ് ചെയ്യാമോ അതിൻ്റെ മാക്സിമം എങ്ങനെയെല്ലാം ചെയ്യാമോ അതൊക്കെ ചെയ്തു. കൂട്ടാക്രമണം, എത്ര പേരെ കൊണ്ട് എന്തെല്ലാം തെറി വിളിപ്പിക്കുന്നു. അതൊന്നും കുഴപ്പമില്ലേ? നമ്മൾ പറയണേണോ നമ്മൾ പറയണം പോയിന്റ് ബൈ പോയിന്റ്. അതായത് ഏതെങ്കിലും ഒരു വേർഡ് അതുപോലും എടുത്തിട്ട്, നാളിതുവരെയായിട്ട് ഞാൻ ചില വേർഡ്സൊക്കെ ഞാൻ ഇങ്ങനെ ഫണ്ണി ആയിട്ട് ഉപയോഗിക്കുന്നു, അതുപോലും എടുത്തിട്ട് അതിനൊക്കെ തിരുത്തുകൾ എന്തവർക്ക് കുറ്റം കാണിക്കാം, ഇവളെ പേർക്ക് എന്ത് കുറ്റം ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇറങ്ങിയത്. ഈ പറയുന്ന പ്ലക്കമ്മയെ കൊണ്ട് എന്താ പറയിച്ചേ? പ്ലക്കമ്മ എന്തോരം തെറിയാ വിളിച്ചേ? പ്ലക്കമ്മ പോട്ടെ, അവളുടെ കൂടെ ഉണ്ടായിരുന്ന, അവളുടെ കൂടെ നിന്ന് സർവത്ര പേർക്കും യൂട്യൂബ് ചാനലുണ്ട്. ഈ എല്ലാ ചാനലുകളിലും ഞാനല്ലായിരുന്നോ എന്നെ അത്രത്തോളം എടുത്തു വെച്ച് പറഞ്ഞില്ലേ? എന്തടിസ്ഥാനത്തിൽ എന്ത് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് എന്താ ഞാൻ ചെയ്ത കുറ്റം? എന്താ ഈ പോക്കുവരത്ത്, ഈ പറയുന്ന ഒരു അത്രയും ക്രൂഷ്യലായ ഒരു സിറ്റുവേഷനിൽ ഈ പോക്കുവരത്ത് എന്തിന്? അത് അന്വേഷിക്കണം. അത് സ്വാഭാവികമായൊരു കാഴ്ചപ്പാടല്ലേ. അതിന് ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞു? അതേപോലെ ആ ചാറ്റ് ഞാൻ പബ്ലിഷ് ചെയ്തു, പലരും അതെടുത്ത് വെച്ചിട്ട് പലതും പറഞ്ഞു.
ചാറ്റ് എന്തുകൊണ്ട് പബ്ലിഷ് ചെയ്തു? കരിഷ്മ എന്ന ലേഡി അതൊരു പ്രോബ്ലമാണ്. അവർ ഞാൻ തമ്മിലുള്ള പ്രശ്നം എന്തുകൊണ്ട് വന്നു, അവരാണ് ഇവരെ സപ്പോർട്ട് ചെയ്തത്. കരിഷ്മയുടെ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിലുടനീളം എന്നെ തെറി വിളിച്ചവരുമായിട്ടുള്ള അവരുടെ സൗഹൃദം കാണാനും പറ്റും. എന്നിട്ട് കരിഷ്മ എന്നെ ഫോൺ വിളിച്ചിട്ട് ഞാൻ നിങ്ങൾ തമ്മിൽ പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ അത് കേട്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് അവർക്ക് മറ്റേ വർക്കുണ്ടോ മറിച്ച വർക്കുണ്ടോ എന്നൊക്കെ നിങ്ങളല്ലേ പറഞ്ഞത്, ഞാനല്ലല്ലോ. അത് പറഞ്ഞത് നിങ്ങളല്ലേ. തെളിവായിട്ട് ഞാൻ ആ സാധനം കൊണ്ടിട്ടെന്നല്ലേ ഉള്ളൂ. അപ്പൊ ഏകദേശം ആളുകൾക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് അതൊക്കെ. ഞാൻ തെളിവുകൾ ഇതുവരെയും പബ്ലിഷ് ചെയ്തിട്ടില്ല, അതറിയില്ലേ. ഞാൻ ഇതുവരെ ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല, ചെയ്യാൻ പോണതേ ഉള്ളൂ. പിന്നെ സമയക്കുറവുണ്ട്. ഒന്നാമത്തെ കാര്യം, എനിക്ക് കുറച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ കൊടുത്തിരിക്കുന്ന കേസുകളുടെ ഒരു ഫോളോ അപ്പ് ഇതൊക്കെ നടത്തേണ്ട ഒരു ആവശ്യമായിട്ടുണ്ട്. പോരി വെയിലാണ്, നല്ല പ്രോബ്ലംസിലാണ് ഞാനുള്ളത്. ഇത് പോവുക വരിക, അങ്ങനെ നല്ല സ്ട്രെസ്സിലാണ് ഞാനുള്ളത്. എനിക്ക് പുറത്ത് പോകണം, വണ്ടി പാർക്കിങ് എടുക്കണം, പിന്നെ കൊണ്ടുപോയെടുത്ത് പാർക്ക് ചെയ്ത് നിർത്തണം. ഒത്തിരി തുണി ഈ അധികാരികളൊക്കെ ഇരിക്കുന്ന സ്റ്റെപ്പ് കയറി മേളിലും കണ്ടാണ്. അപ്പോൾ അത്രയും കഷ്ടപ്പെടണം. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം എൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം വരെ ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴും ഞാൻ അഡ്രസ്സ് പറഞ്ഞിട്ട് നിങ്ങൾ പോയി അന്വേഷിക്കാൻ പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു? ആ നാട്ടിൽ അറിയപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത, പൊതുസമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത വലിയൊരു മനുഷ്യൻ്റെ ചെറുപിള്ളയാണ് ഞാൻ. അതേപോലെ എൻ്റെ ഉമ്മായും അങ്ങനെ തന്നെ. ആ ഉമ്മായെ കണ്ടു വളർന്നവളാണ് ഞാൻ. അപ്പോൾ എനിക്ക് അതേപോലെ ഇതുണ്ടാകും. ആ സ്വഭാവം തന്നെയാണ് എനിക്കുമുള്ളത്. എൻ്റെ മക്കൾ തലകുനിക്കുന്ന തക്കവണ്ണമുള്ള നുണക്കഥകൾ നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഞാൻ തെളിവ് വെച്ച് സംസാരിച്ചു. അപ്പോൾ ഈ പറയുന്ന DNA കേസ് കൊണ്ടുവന്നു. DNA കേസ് ഞാൻ പറഞ്ഞ അവൾ തെളിയിക്കാൻ നിൽക്കണേ എന്തിന്? ഇപ്പം അവൾ പറഞ്ഞു നിങ്ങൾ തെളിയിച്ചു കൊണ്ടുപോവാ, ശവം മാന്തി എടുക്കുന്നു. ഞാൻ എന്താ പറഞ്ഞേ? ആ ചെറുക്കൻ മറ്റേ കുട്ടി ഉണ്ടല്ലോ അതിനെ കൊണ്ടുപോവാ, നമുക്കത് ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്താൽ പ്രശ്നം കഴിഞ്ഞില്ലേ? ഞാൻ ജമ്മൂലേ DNA ടെസ്റ്റ് എടുക്കാൻ തയ്യാറായിട്ട് വരുന്നതല്ലേ എൻ്റെ വഴി. അതിന് പകരം എല്ലാവരും കൂടെ ചേർന്നിട്ട് ആ കിച്ചുവിനെ അങ്ങോട്ട് ആക്രമിക്കുന്നുണ്ടെന്ന്. കിച്ചുവിൻ്റെ ചെലവിലല്ലേ അവൾ ജീവിക്കുന്നത്? കിച്ചുവിൻ്റെ വീടല്ലേ അത്? ഈ പറയുന്ന കുട്ടിക്ക് ഒരു അവകാശം മാത്രമല്ലേ ഉള്ളൂ. ആക്ച്വൽ ഓണർ ആരാണ്? അത് കിച്ചു തന്നെയല്ലേ. അവൻ്റെ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് പറയാൻ ആർക്ക് റൈറ്റ്സ് ഉണ്ട്? അവൻ്റെ അനിയനെ കാണാനോ അവൻ്റെ വീട്ടിൽ അവൻ വിസിറ്റ് ചെയ്യാനോ അവന് വരാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഫാദർ താമസിക്കുന്നത്. ഫാദർ അവനെയാണ് അധികാരം കൊടുത്തിരിക്കുന്നത്, അവൾക്ക് കൊടുത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സുധിക്ക് ഭയങ്കര ഇതുണ്ടെങ്കിൽ സുധിക്കല്ലേ ആ വസ്തു എഴുതി കൊടുക്കേണ്ട? മരിച്ചുപോയ സുധിയുടെ പേർക്ക് ഞാൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ സുധിയുടെ അമ്മയ്ക്ക് കൊടുക്കുന്നു, സുധിയുടെ സഹോദരന് കൊടുക്കുന്നു, സുധിയുടെ ഭാര്യമാരിൽ ഒരുത്തിയായ അവൾക്ക് കൊടുക്കുന്നു എന്നല്ലല്ലോ ബിഷപ്പ് പറഞ്ഞത്. മകനായ കിച്ചുവിൻ്റെ പേർക്കാണ് അത് എഴുതി കൊടുത്തിട്ടുള്ളത്. പിന്നെ ആരുടെയൊക്കെ കുറേയധികം കമൻസ് ഉണ്ട്. കിച്ചു എന്നെ പറഞ്ഞു, അവൻ എന്നെ എന്തുവാണല്ലോ പറഞ്ഞിട്ട് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. ഹൂ കേസ്? ഞാൻ അന്ന് പോയത്, ഞാൻ എന്തെങ്കിലും പറഞ്ഞത് അവന് ഹേർട്ട് ചെയ്തിട്ട് അവൻ എന്തെങ്കിലും കയറി അതിക്രമം കാണിച്ചു കളയുമെന്ന് അവൻ്റെ വീഡിയോ ഉണ്ടപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചു. ചെറുക്കൻ ആകെ പ്രസസിലാണ് നിൽക്കുന്നത്, കൂട്ടുകാരും ഇല്ല, അവൻ എന്തെങ്കിലും ചെയ്തു കളഞ്ഞാൽ എനിക്ക് എന്നോട് ക്ഷമിക്കാനൊക്കത്തില്ല. ഞാൻ പോയി കണ്ടു, കാര്യം പറഞ്ഞ് സംസാരിച്ചു. എന്തുകൊണ്ടാണെന്ന് ഞാൻ വ്യക്തമായി അവിടെ പറഞ്ഞു. എന്തുകൊണ്ടാണ് എനിക്കത് പറയേണ്ടി വന്നതെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു. ഒരു സ്ത്രീ എന്ന നിലയിൽ ആത്മാഭിമാന ബോധത്തോടു കൂടി ഞാൻ പറയുന്നു, ഒരു കാരണവശാലും മറ്റൊരുത്തനിക്ക് തുറന്ന് കാണിച്ചു കൊടുക്കില്ല. അത് വൃത്തികേടാണ്. ഒരു കാരണവശാലും ചെയ്യത്തില്ല. നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ വരികയാണെങ്കിൽ, അയാളുമായി വിവാഹം കഴിക്കുകയാണെങ്കിൽ അയാൾക്കൊപ്പം ജീവിക്കുന്നത് പോലെയല്ല നാട്ടിലുള്ള ആണുങ്ങൾക്ക് തുറന്ന് കാണിച്ചു കൊടുത്ത് ജീവിക്കുന്നത്. അതിൽ കൂടെ കിട്ടുന്ന ഫെസിലിറ്റീസ് ഉപയോഗിച്ച് തിന്നാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ എൻ്റെ കാല് സ്വാധീനത്തിൽ ഈ ഒരു ബുദ്ധിമുട്ടില്ല വെച്ചാൽ, അങ്ങനെ ഒരു പ്രോപ്പർട്ടി എനിക്ക് കിട്ടുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ആ ബിഷപ്പിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അപ്പുറത്ത് ഒരു നല്ല ഒരു ഫാം അങ്ങ് ഉണ്ടാക്കും. ഒരു 10-15 പശുവിനെ വളർത്താൻ പറ്റിയ ഫാമുണ്ട്. അതിലൊരു തുക അങ്ങേർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പുള്ളി സമ്മതിക്കുകയും ചെയ്യും. അത് ആ മൈക്കാട് തമ്മിൽ വേറെ പണിയും ചെറുപ്പമൊന്നുമില്ലല്ലോ. അത് ചെയ്താൽ പോരെ? മോളെ ഇങ്ങനെ പറഞ്ഞു വിടാതെ അത് ചെയ്താൽ പോരെ? പശുവിനെ വളർത്താം, ആട്ടിനെ വളർത്താം, കൈക്കാവലിന് കോഴിയെ വളർത്താം, എന്തെല്ലാം അത്രയും പ്രോപ്പർട്ടി കിടക്കുകയല്ലേ, എന്തെല്ലാം നട്ട് തടിച്ച് അത് ഫാദർ സമ്മതിക്കും. ജീവകാരുണ്യ പ്രവർത്തനം ആയതുകൊണ്ട് അദ്ദേഹം അത് സമ്മതിക്കും. പകരം അദ്ദേഹത്തിനെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു, അദ്ദേഹത്തിന് കുണ്ടനെന്ന് വിളിച്ച് അപമാനിച്ചു, കൂട്ടുകാരെ കൊണ്ടുവന്ന് ആട്ടും പാട്ടും കൂത്താട്ടും. നമ്മൾ ഈ കാണുന്ന ലൈഫ് അല്ല ലൈഫ് എന്ന് പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. അതിന് എന്നെ എന്തെല്ലാം പറഞ്ഞു അവള്, എന്തെല്ലാം പറഞ്ഞു. എൻ്റെ 4 മാപ്പിളമാരെ അവൾ കൊണ്ടുവയ്ക്കണം. എൻ്റെ വയ്യായ്മയെ പബ്ലിക്കിൽ അവൾ കളിയാക്കി. എൻ്റെ ഉമ്മായും വാപ്പായും അവൾ ചീത്ത വിളിച്ചു. എന്തേ ഞാൻ തിരിച്ചു വിളിക്കുമ്പോൾ നിങ്ങൾക്ക് നോവുന്നേ? അവൾക്ക് വിളിക്കാമോ? എനിക്ക് വിളിക്കാൻ പാടില്ലേ? അത് എവിടുത്തെ പോത്താഴത്തെ ന്യായമാണോ? അത് മനസ്സിലായിട്ടില്ല എനിക്ക്. ബാക്കി കമൻറ്റ് വായിക്കാമേ. കിച്ചു അവൻ്റെ അമ്മയോട് ചെയ്തത് വായിച്ചല്ലോ നമ്മൾ. ദൈവത്തിൻ്റെ മുന്നിൽ നിങ്ങൾ എന്തെങ്കിലും കണക്ക് ബോധിക്കണം, ഞാനങ്ങ് ബോധിപ്പിച്ചോണ്ട്. അതേപോലെ ഒരു കണക്ക് നിങ്ങൾ ബോധിപ്പിക്കേണ്ടി വരും. കൈകാലി സ്വാധീനമില്ലാത്ത വയ്യാതിരിക്കുന്ന ഒരു സ്ത്രീയെ പറ്റി പടുമോശം പറഞ്ഞതിന് നിങ്ങൾക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അത് മറന്നുകൊണ്ടോ? അതെന്താ ഒൻ സൈഡാണോ? ദൈവം നിങ്ങളുടെ ബൊറാക്കാരാണോ? നിങ്ങൾ ചെയ്തത് ക്രൂരമായ തെറ്റ് തന്നെയാണ്. അവൾ ചെയ്തത് വളരെ ശരിയാണ് അല്ലേ? നിങ്ങൾ ചെയ്ത ആ തെറ്റിനെ എതിർത്ത് ഒരു വാക്കുപോലും മിണ്ടാതെ അത് ശരിവെച്ച നിന്ന കിച്ചുവും തെറ്റുകാരനാണ്. നിങ്ങൾ അന്യയാണ്. പക്ഷേ കിച്ചു സ്വന്തം സഹോദരൻ നിങ്ങളോട് അവന് എത്ര കടപ്പാടുണ്ടെങ്കിലും സ്വന്തം അനിയനെ നിങ്ങൾ അപമാനിച്ചപ്പോൾ അത് അവൻ എന്ത് കടപ്പാട് വരാനാണ്?
ഞാൻ എന്തെങ്കിലും പേയ്മെന്റ് ചെയ്തോ? എന്നോട് ആ കുട്ടിക്ക് എന്ത് കടപ്പാട് വരാനാണ്? ഞാൻ അവനെ പോയി കണ്ടു എന്നതിനപ്പുറം ആ കുട്ടി ഞാൻ തമ്മിൽ എന്താ ബന്ധം? പക്ഷേ എൻ്റെ മകനേക്കാൾ പ്രായം കുറഞ്ഞ ഒരു പയ്യനാണത്. ആ കുട്ടീനെ ചേർത്ത് വരെ നിങ്ങൾ അനാവശ്യം എന്നെ പറഞ്ഞിട്ടുണ്ട് ജയിക്കാൻ വേണ്ടിയിട്ട്. അത് കൊള്ളായിരുന്നോ? അമ്മ മകൻ ബന്ധം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ആ ബന്ധത്തിനെ പോലും കൂച്ചപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അത് ഓക്കെ ആയിരുന്നോ? നിങ്ങൾക്കൊരു ന്യായം ഞങ്ങൾക്കൊരു ന്യായം എന്ന് പറഞ്ഞാൽ അത് ശരിയാവത്തില്ലല്ലോ. അതെന്താ, ഞങ്ങൾ രണ്ടായിരത്തിനുണ്ടായതാണോ? അവൻ നല്ല സഹോദരനല്ല. നിങ്ങളുടെ മക്കളിൽ ഒരാളെ പുറത്തു നിന്നുള്ള ഒരാൾ അപമാനിച്ചാൽ സഹോദരൻ മിണ്ടാതെ ഇരിക്കുമോ? അവൻ പ്രതികരിക്കും. അത് എത്ര കടപ്പാട് ഉള്ള ആളായാൽ പോലും. നിങ്ങൾ ചെയ്തത് തെറ്റ്, നിങ്ങൾ അന്യയാണ്. പക്ഷെ അതിലും വലിയ തെറ്റാണ് അതിനെ എതിർക്കാതിരുന്ന കിച്ചു ചെയ്തത്. അതിനാൽ കിച്ചുവും ഈ സ്നേഹപ്രകടനം വെറും പ്രഹസനം എന്നേ പറയണ്ടു. ഈ ഒരു കമന്റിനാണ് മറുപടി കൊടുക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ പറഞ്ഞത്. ഈ സ്ത്രീക്ക് തലയ്ക്ക് ഓളമാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ കമന്റ്സ് ഇട്ടിരിക്കുന്നത്. ആ കുട്ടിയുടേത് പ്രഹസനമാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നിയില്ല. പക്ഷേ ഒരു പ്രഹസനം ഞാൻ അവിടെ കണ്ടിരുന്നു. ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട ഒരു കുട്ടിയുടെ പ്രഹസനം അപ്പുറത്തു നിന്നുണ്ടായിരുന്നു. പിള്ള മനസ്സിൽ കള്ളമില്ല എന്നുള്ളതിന്റെ തെളിവാണ് ആ കുട്ടിയുടെ ആ പിന്നോട്ട് വലിയ. അതിൻ്റെ കൂടെ ആ പറഞ്ഞ മൈക്കാട് കൊണാപ്പൻ പറഞ്ഞ ഒരു സാധനമുണ്ട്. എടോ മൈക്കാടെ, തനിക്ക് അല്പമെങ്കിലും അഭിമാനമുണ്ട്, ഇപ്പോൾ കൂലിപ്പണിക്ക് പോടോ, ഇറങ്ങി പോടോ അവിടുന്ന്. ആ ചെക്കൻ്റെ പ്രോപ്പർട്ടി കയറി കിടക്കാതെ അവൻ്റെ പ്രോപ്പർട്ടി കയറി കിടന്ന് അവനെ ഭരിക്കാനായിട്ട് നാണമില്ലടോ നിനക്ക്. നിന്റെ മോള് ചോദിക്കുന്ന അതേ ചോദ്യം, ഞാൻ മുണ്ടോടോ, ഞാൻ മുണ്ടോ തനിക്ക്? ഞാൻ മുണ്ടെങ്കിൽ ഇറങ്ങി പോടോ. മമ്മക്കളെ പെറ്റാൽ കെട്ടിച്ചു കൊടുക്കാൻ അറിയണം. കെട്ടിച്ചു കൊടുത്താൽ അതിലെന്തെങ്കിലും ട്രബിൾ വന്നാൽ കയ്യേക്കാൻ അറിയണം. ഇത് രണ്ടും അറിഞ്ഞൂടാ എങ്കിൽ തന്നെ ഞാൻ എന്താ പറയുക? രണ്ട് പെമ്മക്കളെയും കൊണ്ടുവന്ന് അട്ടിപ്പേർ അവകാശത്തിൽ അവിടെ കയറി കിടക്കുന്നുണ്ടെങ്കിൽ ആ ചെറുക്കൻ്റെ ദയാവായ്പാണത്. ആ കുട്ടി ഒന്ന് പെർമിഷൻ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ അവിടുന്ന് തൂക്കി എറിഞ്ഞിട്ടുണ്ടാവുമായിരുന്നു. ഞങ്ങളതൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല, അതൊന്നും സംസാരിക്കാൻ ഞങ്ങൾ പോയിട്ടുമില്ല. ഇല്ലാത്തൊരു കാര്യത്തിന് നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം നടത്തിയെന്ന് നിങ്ങൾ എന്തൊക്കെ പറയുമായിരുന്നു? സോ ഇത് വളരെ ചീപ്പായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇതിന് നമുക്കൊന്നും പറയാനില്ല. ഇത്തരക്കാർ ഇതിങ്ങനെ റെഗുലർലി പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ കമൻസ് കൊടുക്കും, തേഞ്ഞൊട്ടി എന്നല്ലല്ലോ വേറെന്തോന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുത്തിത്തിരിപ്പ് ഏൽക്കാത്തത് കൊണ്ടുള്ള ജാള്യതയാണെന്ന്. കുത്തിത്തിരിപ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും അല്ലായിരുന്നു അവസ്ഥ. പാണ്ടവും കെട്ടും പറക്കി എടുത്തുകൊണ്ട് റോഡിലോട്ട് ഇറങ്ങിയനായിരുന്നു. കുത്തിത്തിരിപ്പ് ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അതിന് സ്ട്രോങ് സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഞാനതൊന്നും ചെയ്യാൻ പോയിട്ടില്ല. അതൊന്നും എൻ്റെ വഴിയായിരുന്നില്ല. ഞാൻ അന്ന് പോയ മാനസികാവസ്ഥയിൽ ആ കുട്ടീനെ ഞാൻ കണ്ട് അതിനോട് ഞാൻ സമാധാനം പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കെന്തെങ്കിലും പ്രശ്നം വരുമായിരുന്നു. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഡൗണായി. നമുക്ക് ശത്രുത മാതാപിതാക്കൾക്കിടാണ്, കുട്ടികളെടുത്ത് വരത്തില്ലല്ലോ. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു ഇത് വന്നോ, ആ കുട്ടിക്ക് അത് വേദനയായോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പോയി കണ്ടത്. പിന്നെ അവന് നല്ലപോലെ അറിയാമല്ലോ അവൻ്റെ അച്ഛനെ പറയുന്നുണ്ടെന്ന്, അവൻ്റെ അമ്മയെ പറയുന്നുണ്ട്, അവൻ്റെ അത് മാത്രമല്ല ആ കുട്ടി അവളെ മാത്രമല്ലല്ലോ പറഞ്ഞത്, അവൻ്റെ ലൈഫിലുടനീളം ഉണ്ടായിരുന്ന എല്ലാ വ്യക്തികളെയും പറഞ്ഞില്ലേ, അവൻ്റെ അമ്മയെ പറഞ്ഞില്ലേ. പിന്നീടല്ലേ ഞാൻ അറിയുന്ന അവൻ്റെ അമ്മയ്ക്ക് മറ്റൊരു ബന്ധത്തിൽ ഒരു സിബ്ലിങ്ങും കൂടെ ഉണ്ട്. അവനെ ആ കുട്ടീനെ അവൻ കാണാൻ പോകുന്നതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവൻ അറ്റാച്ച്മെന്റ് ഇതിൻ്റെ കൂടെയാണ്. ഇതിനെയാണ് അവൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. മറ്റേ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. കൂടുതൽ ബന്ധം ദൃഢമാകണമെന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ മകൻ തന്നെയാണ് കൂടുതൽ ദൃഢമാകുന്നത്. അച്ഛൻ്റെ മകനേക്കാൾ കൂടുതൽ ദൃഢത വരുന്നത് അമ്മയുടെ ഇത് തന്നെ. ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചാൽ അതാണ് കൂടുതൽ ദൃഢം. പക്ഷെ ആ കുട്ടി അവിടെ പോകുന്നില്ലല്ലോ, ആ കുട്ടിയുമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് വെക്കുന്നില്ലല്ലോ. ഇതിൽ ഒരു കാര്യം കൂടെ ഉണ്ട്, അവൻ പോയിട്ടുണ്ടെങ്കിൽ അവൻ ക്ലവറാണ്, അവൻ പോകണം, അവൻ്റെ വസ്തുവാണത്, അവന് കിട്ടിയതാണ്. അവൻ്റെ അച്ഛൻ്റെ പേർക്ക് അവൻ്റെ ദയനീയാവസ്ഥ കണ്ട് ആളുകൾ സംഭാവന കൊടുത്ത് അതിൽ വെച്ച വീടാണത്. അതിൽ കയറി അട്ടിപ്പേറ് കിടക്കുന്ന പിച്ചക്കാര കൂട്ടങ്ങൾക്ക് എന്ത് അവകാശമുണ്ട് ഫേക്ക് ഐഡികളിൽ വന്ന് ഞങ്ങളെ വിലയിരുത്താൻ? നാണമുണ്ടോ? ഞാൻ ഉണ്ടോ? ഞാൻ ഇണ്ടില്ലല്ലോ. പിന്നെ എൻ്റെ തലയിൽ കയറുന്നതങ്ങ് നിർത്തി വെക്കാം. പിന്നെ ഈ വിഷയം ഞാൻ നിർത്തി വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേസ് റിലേറ്റഡ് ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല. സീരിയസ്ലി ഞാൻ തണ്ടിക്ക് അങ്ങ് പറഞ്ഞ് ഞാനങ്ങ് തീർക്കും. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ കേസുമായിട്ട് പോകാറില്ല. അതിൻ്റെ ഒരു റീസൺ, ഞാൻ കോട്ടയത്തായിരുന്നു. എൻ്റെ സ്വദേശം ഇവിടെ ആയതുകൊണ്ട് തന്നെ ഞാൻ കോട്ടയം സ്റ്റേഷനിൽ ചെന്നാൽ ഞാൻ ഓടിക്കും, നിങ്ങളുടെ നാട്ടിൽ പോയി കൊടുക്കുമെന്ന് പറയും. അങ്ങനെ കുറേ അവർ കോംപ്ലിക്കേറ്റ് ചെയ്യും. കുറേയൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് എടുത്തിട്ടുണ്ട്. അവിടുന്ന് ഇവിടം വരെ ട്രാവൽ ചെയ്ത് എൻ്റെ നാട്ടിൽ വന്ന് നല്ല കഷ്ടപ്പെട്ട് എടുത്തിട്ടുണ്ട്. അതിന് ഒരു ഉദാഹരണം പറയാം. ജാമ്യതയ്ക്കെതിരെ ഞാൻ അവിടെ കൊടുത്ത കേസ് CMB ഇട്ടിട്ട് പോലും എടുത്തില്ല. ഓർത്തോണം, CMB ഇട്ട കേസ് എടുക്കും. അത്രത്തോളം എവിഡൻസ് ഉണ്ട്. അതിൽ എൻ്റെ മകനെ ചേർത്ത് തന്നെ പറയുന്നത്. അത്രത്തോളം എവിഡൻസ് ഉണ്ടായിട്ട് പോലും ആ കോടതി അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവർ പോലീസിന് ഇൻറ്റിമേഷൻ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരാതിയെ കിട്ടിയിട്ടില്ല എന്ന്. സിമ്പിള്, എളുപ്പത്തിൽ അങ്ങ് തീർത്തില്ലേ. പക്ഷേ അടുത്ത ദിവസം FIR ഇട്ട് തന്നു തിരുവനന്തപുരത്തുള്ളവർ. കാരണം ഞാൻ എൻ്റെ നാട്ടിലേക്ക് വന്ന് കാര്യം പറഞ്ഞു. അവരത് കണ്ട ഉടനെ ടപ്പേന്ന് അടിച്ചു തന്നു FIR. അത് SP കയറി കണ്ടത് വിത്തിൻ മിനിറ്റിൽ പുള്ളി പറഞ്ഞു എമർജൻസി എഫക്റ്റിൽ അവർക്കെതിരെ FIR ഇടണം. അത്രത്തോളം ഈ സ്ത്രീയെ മോശം പറഞ്ഞിട്ടുണ്ട്. അതും ചാലി പോയിരുന്നുണ്ടാക്കിയിട്ടുണ്ട്, വിടരുത് എന്നാണ് SP പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും അന്ന് യഥാർത്ഥ അധികാരി ഇല്ല, അതിന് പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടിരുന്ന SP ആണ് അതിന് ഓർഡർ കൊടുത്തത്. യഥാർത്ഥ അധികാരി വന്നപ്പോഴത്തേക്ക് അടുത്ത പിന്നെ മറ്റേ കൊച്ചുണ്ടല്ലോ, മറ്റേ
അമ്പലത്തിൽ കയറിയ കുട്ടി അതിൻ്റെ കേസ് വിട്ട് തന്നു. എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടി. പക്ഷേ ഞാൻ അവിടുന്ന് ഇവിടം വരെ ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ എക്സ്പെൻസ് അത് ഭയങ്കരമായിരുന്നു. പക്ഷേ എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൺ. ഇപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലാണ് ഉള്ളത്. പക്ഷേ എനിക്ക് പോകേണ്ടി വരും. എനിക്കറിയാം കുറച്ച് നേരം കയറി ഇറങ്ങേണ്ടി വരും. ബട്ട് സ്റ്റിൽ അത് ഞാൻ വർക്കൗട്ട് ആക്കി കൊണ്ടുവരും. പിന്നെ ഏത് ദരിദ്രവാസികളായിരുന്നാലും ഏത് സുനാമുറിച്ച ടീമുകളായിരുന്നാലും ശരി തന്നെ നിയമം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമേ. വാശി തന്നെയാണ്. എനിക്ക് ഈ കാര്യത്തിൽ നല്ല വാശിയുണ്ട്. കാരണം 4 വർഷമായി ഞാൻ അപമാനിക്കപ്പെടുന്നുണ്ട്. ഒരു കാര്യവുമില്ലാതെ, ഒരു കാരണവുമില്ലാതെ ആരുടെയൊക്കെയോ ഇതിനകത്ത് പ്രഷറുകളിൽ പോയി വീണ് എന്നെ അടിച്ചിപ്പം തീർക്കാമെന്നുള്ള സന്തോഷത്തിൽ ചാടി ഇങ്ങോട്ട് വീണ് എന്നെ അപമാനിച്ച ഓരോ വ്യക്തിയും ചെവിന്നുള്ളി കാത്തിരുന്നോ, ഞാൻ തരും നന്നാക്കിൽ. അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. നിങ്ങൾ എത്ര പേരെ കൊണ്ടുവന്ന് വെച്ചാലും എല്ലാവരും ചെയ്യുന്നത് എന്താ പറയുക, കൂടത്തോടെ എടുത്ത് വെച്ച് അങ്ങോട്ട് ഉണ്ടാക്കും. അപ്പം നമ്മൾ മിണ്ടാതിരിക്കും, മൗനമായിട്ടിരിക്കും. അതാണ് ഇത്. അങ്ങനെ ചെയ്യാൻ ഞാൻ വടവിട്ടിട്ടില്ല. ഞാൻ വടക്കേസ് പറഞ്ഞില്ല. എനിക്ക് ചുറ്റും 8ഓളം വരുന്ന ആൾക്കാരെയും ചുമന്നുകൊണ്ട് ഞാൻ നടന്നില്ല. ഞാൻ കൊണ്ടുവന്നതൊക്കെ തെളിവ് ഉൾപ്പെടെയാണ്. വിപിൻ ലാൽ കൊണ്ടുവന്ന് പറഞ്ഞ കാര്യം അയാളുടെ വിഷമമാണെങ്കിൽ അയാൾ കൊണ്ടുവന്ന് കാണിച്ച വലിയൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്തിരുന്നു. 8ഓളം ചാനലുകളെ തീറ്റിപ്പോറ്റി കൊണ്ട് നടന്നാണ് ഈ കാര്യം കാണിക്കുന്നതെന്ന് തുറന്ന് തന്നെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത് ഞാൻ തന്നെയല്ലേ. ഇതിൻ്റെ ഫുൾ ഹിസ്റ്ററി സാധനം കൊണ്ടു തന്നത് ഞാൻ തന്നെയല്ലേ. അപ്പം ഞാൻ അത്രത്തോളം റിസ്ക് എടുത്ത് ഈ കാര്യം പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത്രയും മികവുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ കളിക്കുമ്പോൾ നോക്കിയും നേരെ ചെവേ നോക്കി കളിക്കുക. ചിന്നക്കട വെടിയോടാണ്. നിന്റെ മക്കളെ നീ ഒരു ദിവസം നോക്കിയിരുന്ന് കരയും. അവന്മാരെ കത്തി കൊണ്ട് നീ തീരും. അതിനുള്ള വഴി നീ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാൻ വിത്ത് എവിഡൻസ് ഉൾപ്പെടെ ഞാൻ പബ്ലിഷ് ചെയ്ത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഞാനത് നിനക്ക് ഇട്ടുതരും. അതിൻ്റെ ശേഷം നിന്റെ മക്കൾ തല ഉയർത്തി നടക്കുന്നുണ്ടോ ഇല്ല നീ ഒന്ന് നോക്ക് കേട്ടോ. അതാണ് നിനക്കുള്ള മറുപടി. നീ നിന്റെ മക്കളെ പോലും ഫേസ് ചെയ്യത്തില്ല. അമ്മാതിരി സാധനമാണ് ഞാൻ നിനക്കിട്ട് തരാൻ പോകുന്നത്. നിന്റെ കുട്ടികൾ നീ അമ്മയാണെന്ന് പറയുന്നതിൽ തല കുനിച്ച് നടക്കും. നീ ഇത്രയും കാലം ബാക്കിയുള്ള പെണ്ണുങ്ങളെ അത്രയും വിളിച്ച ചീത്ത, അത്രയും കുട്ടികൾ വേദനപ്പെട്ടത്, അതിനൊന്നും പടച്ചോ നിനക്കൊന്നും തരത്തില്ലേ? ആ ലൂണ ടാക്സിനെ നീ എന്തെല്ലാം പറഞ്ഞു? കുറേ പേരുണ്ടല്ലോ, മഞ്ജു, കുറേ പേരുണ്ട്, സന്ധ്യയെ, കുറേ കുട്ടികളുണ്ട്. എന്തൊക്കെയാണ് ആ പെൺകുട്ടികളെ നീ പറഞ്ഞത്? ഈ വട വിൽക്കുന്നവൾക്ക് വേണ്ടിയിട്ട് നീ എത്ര പെൺകുട്ടികളെ എന്തെല്ലാം അന്യായം പറഞ്ഞു. അവർക്കൊന്നും ദൈവം ഇല്ലേ? അവരുടെ ഒന്നും ദൈവം നിന്നെ ഒന്നും ചെയ്യത്തില്ലയോ? ചുമ്മാ തെങ്ങ് വിടുമോ? കരിക്കുമോറി ചുമ്മാ വിടുമോ നിന്നെ? എടി ചിന്നക്കടവെടി, നിന്റെ ഈ ചാട്ടം നീ എത്രത്തോളം പൊങ്ങുന്നോ നീ അത്രത്തോളം കഷ്ടപ്പെട്ട് നീ താഴേക്ക് വീഴും. അത്രയും ആഘാതം നിനക്ക് ഞാൻ തരിക തന്നെ ചെയ്യും. ഞാൻ മൗനമായി ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കൊരു ദിവസം മനസ്സിലാവും. നീ റിഗ്രറ്റ് ചെയ്യും. അതെൻ്റെ ചലഞ്ചാണ്. ചെക്ക്മേറ്റ്. ഓക്കെ, അപ്പോൾ ശരി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കമൻറ്റ് ഇട്ടോളൂ. നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ കമൻറ്റ് എടുത്ത് വെച്ച് ഞാൻ തരും. അൺടിൽ അൺലെസ് ബാക്കിയുള്ള സാധനത്തിനുള്ള ആ സമയമുണ്ട്. ആ സമയത്തിന് വെയിറ്റ് ചെയ്യണം. അത് കിട്ടിക്കഴിഞ്ഞാൽ അതും കൂടെ ഇടും. അതുവരെ നമുക്ക് കമൻറ്റ് ഇട്ട് കളിക്കാം. കമൻറ്റ് ഇട്ടും. നിങ്ങളുടെ കമൻറ്റാണ് എൻ്റെ പ്രചോദനം. കമോണ്ടർ ദിനേശ. അല്ല, പ്ലക്കമ്മയുടെ കാര്യം പാട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഞാനിട്ട പാട്ട് ഒന്ന് ഹിറ്റാക്കി താടെ. എവിടെ നമ്മളുടെ ട്രോളിങ് ടീം? കമോണ്ടറാ, ഒന്ന് ഹിറ്റാക്കി തരൂ. താങ്ക് യു.